നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയും നമുക്കെല്ലാവർക്കും വണ്ടി വാങ്ങാം, വണ്ടിയിൽ ധാരാളമായി മോഡിഫിക്കേഷൻ നടത്താം. സത്യത്തിൽ ജെൻസി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ടല്ലോ, ഈ ജെൻസിയെ വ്യാമോഹിപ്പിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷനാണ്. കാര്യം എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ ആ കാറ് നമ്മളുടെ സ്വന്തമായി നമ്മൾ എത്രയോ വർഷക്കാലം ഉപയോഗിക്കേണ്ടതാണ്. നമ്മളുടെ കാറ് എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ വാഹനം എടുക്കുമ്പോൾ കുറേ വർഷക്കാലം നമ്മൾ അതിൻ്റെ ഉപയോഗിക്കണം. ആ ഉപയോഗിക്കുമ്പോൾ അതിനെ കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. കസ്റ്റമൈസ് ചെയ്യുക, അതായത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ സങ്കല്പം അനുസരിച്ച് ആ കാറിനെ മാറ്റിയെടുക്കുക. നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളത് കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാഹനത്തിൻ്റെ നിറമാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട നിറം തിരഞ്ഞെടുക്കുക, നമ്മൾ ഇഷ്ടപ്പെട്ട ബ്രാൻഡ്, നമ്മൾ ഇഷ്ടപ്പെട്ട നിറം, നമ്മൾ ഇഷ്ടപ്പെട്ട സ്പെസിഫിക്കേഷൻസ്, ഇത് നോക്കിയിട്ടാണ് നമ്മൾ വാഹനം എടുക്കുന്നത്. വാഹനം എടുത്തു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള രൂപമാറ്റങ്ങൾ വരുത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് സ്പോയിലർ വെക്കുക, ടയർ സൈസ് നമ്മൾ അപ്സൈസ് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻജിൻ ട്യൂൺ ചെയ്തിട്ട് എൻജിൻ്റെ പവർ മാറ്റുക, ലൈറ്റുകൾ സെറ്റ് ചെയ്യുക. ലൈറ്റൊക്കെ ഇട്ട് വരുന്ന വണ്ടി ഓടിച്ചുകൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗം കൂടി. അത്ര ലൈറ്റുകളൊക്കെ ഇങ്ങനെ തെളിയിച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ മോഡിഫിക്കേഷൻ എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ വാഹനം കസ്റ്റമൈസ് ചെയ്യും, നമ്മുടെ താല്പര്യം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്നത്. ബമ്പറുകൾ, അതിൻ്റെ ഗ്രില്ലുകളിലൊക്കെ മാറ്റം വരുത്തുക, ലൈറ്റുകൾ, അതിൻ്റെ എന്താ പറയുക റിയർ ഭാഗങ്ങളിലൊക്കെ മാറ്റം വരുത്തുക. ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും സ്റ്റിക്കർ വർക്കുകൾ ചെയ്യുക, പെയിൻറ്റിങ്ങുകൾ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യുക, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഹെഡ് ലൈറ്റുകളിൽ മാറ്റം വരുത്തുക, ഇങ്ങനെ സൈലൻസറിൽ മാറ്റം വരുത്തുക. ഇതൊക്കെ ഒരു ജെൻസിയെ സംബന്ധിച്ചിടത്തോളം അവർ വാഹനം ഉപയോഗിക്കുമ്പോൾ അവരുടെ വാഹനത്തിന് അവർ താല്പര്യപ്പെടുന്ന ചില കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പറയുകയാണ്, അപ്പം ഇതിനെയെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ ശക്തമായ ഒരു നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്തുണ്ട്. അതായത് വാഹനത്തിന് അവർ പറയുന്ന എന്താ പറയുക സേഫ്റ്റി മെഷേഴ്സ് എല്ലാം നോക്കിക്കൊണ്ട് വാഹനത്തിന് രൂപമാറ്റം വരുത്താൻ പാടില്ല. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വാഹനത്തിൽ ടയറുകൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വസ്തു ആകെപ്പാടെ വാഹനത്തിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന 2 മിററുകൾ മാത്രമേ പാടുള്ളൂ എന്ന രീതിയിലാണ് ശരിക്കും ഈ വാഹന നിർമ്മാത അല്ലെങ്കിൽ അവർ പറയുന്നത്. ടിൻറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല, നമുക്ക് 0 വിസിബിലിറ്റി അല്ലെങ്കിൽ 0% അല്ലെങ്കിൽ 20% വിസിബിലിറ്റി ഉള്ള ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, 50% വിസിബിലിറ്റി ഉള്ള ടിൻറ്റുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കർശനമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ജെൻസി കുട്ടികളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. വാഹന മോഡിഫിക്കേഷൻ ഇവിടെ അനുവദിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ജെൻസി കുട്ടികൾക്കെല്ലാം ഭയങ്കര താല്പര്യം. അതിൻ്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇതിൻ്റെ CMA ഇങ്ങനെ പറഞ്ഞല്ലോ അന്നേരമാണ് പ്രശസ്തമായ ചിരി പുറത്തേക്ക് വരുന്നതും ആ ചിരിയെ പിന്നെ പൂക്കി ചിരി എന്നുള്ള പേരിൽ കേരളത്തിലുള്ള എല്ലാവരും റൊട്ടേറ്റ് ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ പൂക്കിച്ചിരിയെല്ലാം വരുന്നു. ആ പൂക്കിച്ചിരിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പം അതൊരുമാതിരി ആക്കിച്ചിരിയായിരുന്നു എന്നുള്ളത് പിന്നീട് ഇപ്പോൾ ജനങ്ങൾക്ക് ജെൻസിക്ക് മനസ്സിലായി. നമ്പർ പ്ലേറ്റൊക്കെ ആൾട്ടർ ചെയ്തുകൊണ്ട് ഇതും കേട്ടോണ്ട് അല്ലെങ്കിൽ ഈ പൂക്കിച്ചിരിയും കണ്ടുകൊണ്ട് നമ്പർ പ്ലേറ്റെല്ലാം ആൾട്ടർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയ യുവാക്കൾക്ക് 10,000 രൂപ ഫൈനും അടിച്ചു കിട്ടി. അപ്പോൾ മനസ്സിലായി ഇതൊരുമാതിരി ആക്കിയല്ലോ നാഥ എന്നുള്ള നിലയിലേക്ക് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 18 ഇന മോഡിഫിക്കേഷൻ രീതികൾ അങ്ങോട്ട് കൈമാറി എന്നുള്ളതാണ്. എല്ലാവരും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണതല്ല. ഈ 18 ഇനം വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ദൈവം ഇതൊക്കെ മോഡിഫിക്കേഷൻ ആയിരുന്നോ എന്ന് നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ ചിന്തിച്ചു പോയി. നമ്മളൊരു കാറ് വാങ്ങിയാൽ അത് കാറിന് സീറ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളേർഡ് സീറ്റുകൾ നമ്മൾ അടിച്ചിടും, സ്വാഭാവികമായ കാര്യം. മിക്കവാറും ഫാബ്രിക് സീറ്റുകളായിരിക്കും, ലെതർ ആയിരിക്കില്ല. അപ്പോൾ ആ ഫാബ്രിക് സീറ്റുകൾ അഴുക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്, വെള്ളം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ സീറ്റ് കവർ മാറും. അതോടൊപ്പം തന്നെ ഈ വിനയിൽ മാറ്റൊട്ടിക്കുന്ന ഒരു പരിപാടി നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. വാഹനം എടുത്തു കഴിഞ്ഞുകൊണ്ട് നമ്മൾ അതൊക്കെ ഒട്ടിച്ച്, കാര്യം വെള്ളം താഴെ വീണ് കഴിഞ്ഞാൽ തുടച്ച് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് വിനയിൽ ഫ്ലോറിംഗ് എന്നൊക്കെ പറയും, അത് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ വരുന്ന വാഹനങ്ങൾക്കെല്ലാം ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് 8 ഇഞ്ച് 10 ഇഞ്ച് ഡിസ്പ്ലേകൾ, അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാ വാഹനങ്ങൾക്കും വരാറുണ്ട്. സ്പീക്കേഴ്സ് എല്ലാ വാഹനങ്ങൾക്കും ബേസ് മോഡൽ, അതിൻ്റെ തൊട്ടടുത്ത മോഡലുകൾ എന്ന് പറയുന്ന പോലെ ബേസ് മോഡലിന് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതൊക്കെ നമ്മൾ മേടിച്ച് ഫിറ്റ് ചെയ്യുന്നതിന് നമ്മൾ RTO ഓഫീസിൽ പോയിട്ട് ഇതേണ്ട സാറേ ഞാൻ വണ്ടിക്കകത്ത് സ്റ്റീരിയോ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ പോയി പ്രത്യേകം പേപ്പർ എഴുതി കൊടുത്ത് അത് നമ്മുടെ RC ബുക്കിനകത്ത് മാറ്റം വരുത്തുകയൊന്നും വേണ്ട. അതോടൊപ്പം നമ്മുടെ സ്റ്റിയറിംഗ് വീലിന് ഒരു കവറ് അടിച്ചിടുക, അതിന് നമ്മൾ RTO ഓഫീസിൽ പോയിട്ട് സാർ ഞാൻ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അടിക്കുന്നു, നമ്മൾ
ഒരു പേപ്പർ കൊടുക്കേണ്ട ആവശ്യമോ അപേക്ഷ കൊടുക്കുകയോ ഫീസ് അടയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി ഈ 18 കാര്യങ്ങൾ. ക്രോം ഗാർണിഷ്, ഇന്ന് വരുന്ന വാഹനങ്ങളിലെല്ലാം ക്രോം ഗാർണിഷുകൾ ഉണ്ട് കൂടുതലും. നമുക്ക് ഏതൊരു കാറിൻ്റെ അല്ലെങ്കിൽ ഏതൊരു കാർ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അതിലെല്ലാം ക്രോം ഈ പറയുന്ന ഗാർണിഷ് വരുന്നുണ്ട്. അത് മേടിക്കാനും കിട്ടുമല്ല, കമ്പനിയിൽ അത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഡീക്രോം ചെയ്യുക എന്ന് പറയുന്ന വേറൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ക്രോം ഗാർണിഷ് എല്ലാ വാഹനത്തിലും വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ, ഇന്ന് വരുന്ന കാറിൽ റിവേഴ്സ് പാർക്കിംഗ് മാത്രമല്ല, പാർക്കിംഗ് സെൻസറുകളുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് മാത്രമല്ല, 4 വശത്തും ഉണ്ട്. 360 ഡിഗ്രി ക്യാമറയുണ്ട്. ഇതെല്ലാം വരുന്ന കാറുകളാണ് ഇന്ന്. 6 എയർ ബാഗ് ഉണ്ട്. ഇനി എയർ ബാഗ് മോഡിഫിക്കേഷൻ്റെ ഭാഗമാണോ എന്നുള്ള കാര്യം ഇനിയിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമോ എന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പം ഈ പാർക്കിംഗ് സെൻസറുകളുണ്ട്. അത് റിവേഴ്സ് സെൻസറുകൾ എങ്ങനെയാണ്, ഇതൊക്കെ ആണോ മോഡിഫിക്കേഷൻ എന്ന് സ്വാഭാവികമായി ചിന്തിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഈ പറയുന്ന മുഖ്യമന്ത്രി നമ്മളെ ആക്കി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം മഡ് ഫ്ലാപ്പൊക്കെ മോഡിഫിക്കേഷൻ ആണോ അറിയില്ല. മഡ് ഫ്ലാപ്പ് മോഡിഫിക്കേഷൻ ആണോ എന്നറിയില്ല. കാര്യം നമ്മുടെ വാഹനത്തിനെല്ലാം മഡ് ഫ്ലാപ്പ് ഉണ്ട്, സീറ്റ് കവറുണ്ട്, ക്രോം ഗാർണിഷുകൾ വേണമെങ്കിൽ ഉള്ള വണ്ടിക്ക് ക്രോം ഗാർണിഷുകളുണ്ട്. ഇൻറ്റീരിയറിലായിട്ട് വരുന്ന പല ഭാഗങ്ങളിലും നമ്മൾ ഈ ലൈറ്റുകൾ, ആംബിയൻ ലാമ്പൊന്നും ഇപ്പം വണ്ടിക്കെല്ലാം ഒരു കോമൺ ഫെസിലിറ്റി എന്നുള്ള നിലയിൽ എല്ലാ വണ്ടിക്കും വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഇതിനെയാണ് മോഡിഫിക്കേഷൻ എന്ന ഓമന പേരിട്ടുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി, ജെൻസികളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ഇറക്കി വിട്ടത്. ഇത് പ്രകാരം കുറേ ജെൻസികൾ ഇപ്പം മോഡിഫിക്കേഷൻ വരുമെന്നും പറഞ്ഞുകൊണ്ട് കുറേ സൈലൻസറൊക്കെ മേടിച്ച് വെച്ചു. പട്ടപടാന്ന് പൊട്ടുന്ന സൈലൻസർ ഉണ്ടല്ലോ. അപ്പം ഇത് പിന്നെ എവിടെയെങ്കിലും ഗ്രൗണ്ടിലൊക്കെ കൊണ്ടിട്ട് പടപടാന്ന് പൊട്ടിക്കുക, വണ്ടി ലോവർ ചെയ്യുക. മീൻസ് ഇപ്പം വണ്ടി ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണെങ്കിൽ അത് കുറച്ച് നിലം പറ്റി കിടക്കുന്ന രീതിയിലൊക്കെ കൊണ്ടു നടക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവന്മാർ അതുമായി ബന്ധപ്പെട്ട കിറ്റുകളെല്ലാം, ബോഡി കിറ്റുകൾ കംപ്ലീറ്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞു. ഈ ബോഡി കിറ്റൊക്കെ മേടിച്ച് വെച്ചു, സ്പോയിലറുകൾ അത് ഇതെല്ലാം മേടിച്ച് ഇനിയും മുഖ്യമന്ത്രി അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഉടനെ മാറ്റാനിരിക്കുക. അപ്പം അതിന് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിച്ചു. ഇനി ഇതിനകത്ത് നിറം മാറ്റുക സ്വാഭാവികം. RC ബുക്കിൽ നമുക്കറിയാവുന്ന പോലെ വാഹനത്തിൻ്റെ നിറം മാറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്കറിയാം. RC ബുക്കിൽ തന്നെ ഉണ്ടാവും എന്താണ് വാഹനത്തിൻ്റെ നിറം. അപ്പോൾ തീർച്ചയായിട്ടും നിറം എന്ന് പറയുന്നത് RC ബുക്കുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തീർച്ചയായും അത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് വിവരം പറയേണ്ടതുണ്ട്, നമ്മൾ നിറം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് RC ബുക്കിൽ രേഖപ്പെടുത്തി പുതിയ RC ബുക്ക് വേണം. അത് നിയമപരമായ കാര്യമാണ്. നിറം മാറ്റുന്നതിന് മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെടണം. അല്ല, ഞാൻ എൻ്റെ വണ്ടിക്ക് ഹോൺ മേടിച്ച് വെക്കുന്ന സമയത്ത് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ പോയി അപേക്ഷ എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ വണ്ടിക്ക് ഹോൺ വെക്കുകയാണ് സർ എന്നും പറയാണ്ട് ഹോണിൻ്റെ കാര്യം RTO ഓഫീസിൽ പോയിട്ട് എഴുതി കൊടുത്ത് ഫീസ് അടച്ചിട്ടില്ല. നിറം മാറ്റുകയാണെങ്കിൽ നമ്മളവിടെ കൊണ്ടുവന്ന് ഫീസ് അടയ്ക്കേണ്ടി വരും. ഒരു അമിതമായി സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മാറ്റേണ്ടി വരും. ആ സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഭാഗത്തിൻ്റെ നിറം മാറ്റുകയാണ്, ഞാൻ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു എന്നുള്ള കാണിക്കാം. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കാര്യമുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞ ജനങ്ങളെ, നമ്മുടെ ജെൻസി കുട്ടികളെ, ആ ചിരി ശരിക്കും പൂക്കിച്ചിരി അല്ലായിരുന്നു, ശരിക്കും അതൊരു ആക്കിച്ചിരി ആയിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാര്യം നമ്പർ പ്ലേറ്റിൽ മാറ്റം വരുത്താൻ കഴിയില്ല, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള യാതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതുവരെ നമ്മൾക്ക് എന്തൊക്കെയാണോ പാടില്ല എന്ന് പറഞ്ഞത് അതെല്ലാം ഇനിയും പാടില്ല തന്നെ, അത് അങ്ങനെ തന്നെ തുടരുമെന്നുള്ളതാണ് ആ ആക്കിച്ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.